ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഈ സന്ധ്യയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മഹാഭാഗ്യത്തെ ഒരുക്കുവാനിടയായി ഈ വയ്യവേളയിൽ ശ്രമിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഈ സന്ധ്യവേളയിൽ അറിയിച്ചു കൊള്ളുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, നിരാശകളുണ്ട്. എങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഞാനും അതിന് ജയിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ലോകത്തിൽ കഷ്ടതയുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം അരുളി ചെയ്ത നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നാം മുഴങ്കാലം മടക്കി ദൈവത്തോട് അപേക്ഷിക്കുക എത്ര വേണ്ടത്. എന്തിനാണ് നാം അപേക്ഷിക്കേണ്ടത്? കർത്താവേ, ഈ പ്രതികൂലമാകുന്ന മാറ പോലുള്ള അനുഭവങ്ങൾ ദിവസം പ്രതി എന്നെ വിട്ടു മാറിപ്പോകുമെന്ന് ഞാൻ നനയ്ക്കുമ്പോഴും അതിൻ്റെ ആധിക്യം, അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതല്ലാതെ ഈ മാറ പോലുള്ള അനുഭവമേറിയ കയ്പിൻ്റെ മണ്ഡലങ്ങൾ എന്നെ വിട്ടു മാറുന്നില്ല. കർത്താവേ, എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ എനിക്കൊരു വിടുതൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ നടുവിൽ എനിക്കൊരു വിടുതൽ, ഞാൻ ഭാരപ്പെടുന്ന രോഗമാകുന്ന വിഷയത്തിൻ്റെ നടുവിൽ എനിക്കൊരു വിടുതൽ. കർത്താവേ, പോലുള്ള കൈപ്പേറിയ നിന്ദകളും പരിഹാസങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വരപ്പെടുമ്പോൾ എനിക്ക് അതിനകത്തുള്ളൊരു വിടുതലപ്പാ എൻ്റെ മേൽ പകരണമേ എന്ന് നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുഴങ്കാലം മടക്കി അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമത്രേ. അപ്രകാരം നീ അപേക്ഷിക്കുവാൻ തയ്യാറായാൽ, അപ്രകാരം ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാവേ, മാതാവേ, നീ അപേക്ഷിക്കുവാൻ തയ്യാറായാൽ എളിയവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം അതിന് നടുവിൽ ഇറങ്ങി വന്ന് നമ്മുടെ വിഷയത്തിന് നടുവിൽ വിടുതൽ നൽകുക തന്നെ ചെയ്യും. അത് നിശ്ചയം തന്നെയാണ്. നോക്കട്ടെ, തിരുവെഴുത്ത് നാം വായിക്കപ്പെടുമ്പോൾ സങ്കീർത്തനം 70-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം സ്തോത്രം കാണപ്പെടുന്നു: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ, നീ തന്നെ എൻ്റെ സഹായകനും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, യഹോവേ താമസിക്കരുത്. നോക്കണേ, ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും അടിക്കടി ദിനം പ്രതി കടന്നു വന്ന സ്ഥാനത്തും ഭക്തനായ ദാവീദ് അടങ്ങിയിരുന്നില്ല. അവൻ തന്നെ താൻ താഴ്ത്തുവാനിടയായി. എപ്രകാരം ഭക്തൻ താഴ്ത്തുവാനിടയായി? അവൻ സ്തോത്രം, ഞാനോ ഈ എളിയവനും ദരിദ്രനുമാകുന്നു, കർത്താവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, അപ്പാ അങ്ങ് താമസിക്കരുതേ, എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാ, എന്നെ സഹായിപ്പാൻ കൃപയുള്ളവൻ അങ്ങ് മാത്രമാ. ഒരു മനുഷ്യന് ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിന് നടുവിൽ നിന്ന് എന്നെ സഹായിച്ച് പുറത്തെടുക്കുവാൻ കഴിയത്തില്ല, മറിച്ച് അപ്പന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിലപാട് വീടുകൊണ്ട് അപ്പം ദൈവത്തോട് അപേക്ഷിപ്പാൻ തയ്യാറായപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. അവൻ്റെ കണ്ണുനീരാകുന്ന വിഷയത്തിന് നടുവിലും, വേദനജനകമാകുന്ന വിഷയത്തിന് നടുവിലും, അവൻ്റെ കഷ്ടതയാകുന്ന പ്രതികൂലത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ദൈവം അവനെ ഉദ്ധരിച്ച് വിടുതൽ പകർന്ന് അവനെ പുറത്തെടുത്തുവെങ്കിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിന്റെ വിഷയത്തിന് അവൻ മറുപടി നൽകാതിരിക്കുമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ വിടുതൽ നൽകാതിരിക്കുമോ? നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയോടൊന്ന് താഴ്ത്തി, അപ്പാ ഞാൻ ഒന്നുമല്ല കർത്താവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, എന്നെ രക്ഷിപ്പാൻ വേഗം വരണമേ, എന്റെ കണ്ണുനീരുകളെ തുടപ്പാൻ അപ്പന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തിന് നടുവിൽ അനേകരെന്നെ സഹായിക്കുമെന്നും അനേകരെന്റെ അടുക്കളയിൽ കടന്നു വന്ന് എന്നെ ചേർത്തണയ്ക്കുമെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും, ഞാൻ ചിന്തിച്ചവരോ, ഞാൻ സ്നേഹിച്ചവരോ, ഞാൻ സഹായിച്ചവരും അവർ എന്നെ വിട്ടു മാറി നിൽക്കപ്പെടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വ്യഥകൾ കണ്ട്
കൈകൊട്ടി ചിരിക്കപ്പെടുമ്പോൾ എൻ്റെ രക്ഷകനായ യേശുവേ, വേഗം വരണമേ, എന്നെ ഉദ്ധരിക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഈ പകൽക്കാലം ഉറച്ച നിലവിളിയോടെ ഒന്ന് തന്നെ താൻ താഴ്ത്തി, ഒന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ്, അയ്യോ ഞാൻ എളിയവനാ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് ഒന്ന് ഏറ്റുപറഞ്ഞ് വിളിച്ചാട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ വേദനജനകമാവുന്ന വിഷയത്തിന് നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. സാധുക്കളായ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്, മറിച്ച് കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മുടെ സകല കുറവുകളും പരിഗണിച്ച് ക്ഷമിച്ച്, നമ്മുടെ ലംഘനങ്ങളെ പാപത്തെ ക്ഷമിച്ച് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ എത്രേ നാം ഈ പകലിലും ആരാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ വിടുതൽ നിന്റെ മേൽ ശക്തമായി പകരുവാനിടയാകും. ഈ പകൽക്കാലം നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഈ പകൽക്കാലം ദൈവത്തിന് സന്ധ്യ, അപ്പാ എൻ്റെ കണ്ണുനീരിനൊരു മറുപടി നൽകണമേ എന്ന് ഈ പകൽക്കാലം പ്രാണപ്രിയ യേശുവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതൽ എൻ്റെ മേൽ പകരണമെന്ന് ഒന്ന് ദൈവത്തോട് പറയാമോ? ഒന്ന് യാചിക്കാമോ? എപ്രകാരം യാചിക്കണം? ഭക്തനായ ദാവീദ് യാചിച്ചതുപോലെ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം മരണമേ. ഈ പകൽക്കാലം നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, നിന്റെ കുറവുകൾ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, കർത്താവെ, മേലാൽ ഞാൻ ഇനി പാപം ചെയ്യത്തില്ല, അതുകൊണ്ട് എത്ര എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം വിടുതൽ കടന്നു വന്നു, ഞാനിതിന് പകൽക്കാലം അത് മനസ്സിലാക്കുന്നു, ഇനി മേലാൽ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്കായി വെളിപ്പെടുത്തുവാൻ അവൻ സന്നദ്ധനായി നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നോക്കണത് 70-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം വായിക്കപ്പെടുമ്പോൾ ഇപ്രകാരം കാണപ്പെടും: ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. സങ്കീർത്തനം 70-ാമത്തെ അധ്യായം തുടങ്ങി അവൻ 71 വരെയുള്ള അധ്യായത്തിനിടയ്ക്ക് ആ ഒരു അധ്യായത്തിൽ 5 വാക്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ 5 വാക്യത്തിനകത്തും അവൻ തന്നെ താൻ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. എന്താ വിഷയം? എന്നെ വിടുവിക്കണം, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ ബലപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇറങ്ങണമെങ്കിൽ നീ നിന്നെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാദമെടുത്ത് നിന്നെ ഒന്ന് സമർപ്പിക്ക്. ദൈവത്തിന്റെ പാദമെടുത്ത് നിന്നെ തന്നെ ഒന്ന് താഴ്ത്ത്. അയ്യോ ഞാൻ എളിയവനെന്ന് പറ, അയ്യോ ഞാൻ ദരിദ്രനെന്ന് പറ, അയ്യോ ഞാൻ ഭാവിയാണെന്ന് പറ, അയ്യോ ഞാൻ കുറവുള്ളവനാണെന്ന് പറ, അയ്യോ എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് യാചിക്ക്. അപ്പാ എന്നോടൊന്ന് മനസ്സറിയണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്ക്. നിന്റെ കണ്ണുനീരിന് മറുപടി വെളിപ്പെടുവാൻ സമയമായി. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ സമയമായി. നീ ദൈവത്തോട് ചോദിച്ചില്ലേ? നീ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ? ചില വിഷയങ്ങൾ അതിന്റെ നടുവിൽ മറുപടി നിന്റെ മേൽ പകരുവാൻ സമയമായെന്ന്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിനക്കായി വെളിപ്പെടുവാൻ സമയമായി. ഈ സന്ധ്യവേള എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. എൻ്റെ കഷ്ടതയുടെ നടുവിൽ കർത്താവേ നീ ഇറങ്ങണം. അപ്പന് മാത്രമേ ഇറങ്ങുവാനും എന്നെ സഹായിപ്പാനും എന്നെ രക്ഷിപ്പാനും കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിനക്കായി വെളിപ്പെടുത്തി. നീ ഭാരപ്പെടുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തെടുത്ത് നിന്റെ ഭവനതലത്തിൻ്റെ അകത്തളങ്ങളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെ ഘോഷം കാമിസ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നും ദൈവ സാന്നിധ്യം എല്ലാ നാളും നിന്നോടുകൂടെ വസിച്ചും നിന്നോടുകൂടെ ഇരുന്നും നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ പകരുക തന്നെ ചെയ്യും. അങ്ങനെ രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരുമിച്ച് ഈ രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടൊപ്പം സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വൈകവേളയിൽ കർത്താവയുടെ തിരുവചനങ്ങൾ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കും. പ്രിയമക്കൾ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന സമസ്ത വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വിടുതലായി പകരും. സകല ശത്രുവിൻ്റെ പദ്ധതികൾ നീക്കും, വാഗ്ദത്തങ്ങളും നിറവേറ്റും. പ്രിയമക്കളോട് മനസ്സലിയും കർത്താവെ ഇന്ന് രാത്രികാലം അപ്പന് സന്നിധിയിൽ തന്നെ താഴ്ത്തി, കർത്താവെ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു,
ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ അപ്പോൾ അങ്ങൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ പകരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ അങ്ങനെ സന്നിധാനിക്കുന്ന സമസ്ത കർത്താവേ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങയുടെ മക്കളുടെ മേൽ പകരുമാറാകണമേ എന്ന് ഈ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ യാചിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അങ്ങ് വിടുതൽ കൽപ്പിക്കും. പ്രിയമക്കൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ, സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ, തലമുറയുടെ വിഷയത്തിന്മേൽ വിടുതലുകൾ പ്രാപിച്ച് കർത്താവിൽ അധികമായി സന്തോഷിക്കട്ടെ. അപ്രകാരം അങ്ങ് പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. പ്രാർത്ഥന കേട്ട് വിടുതലയച്ച ദൈവത്തിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള നന്ദി കരയേറ്റുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ.